ഹേ ഗൈസ്, അപ്പം ഇന്നും ഇൻട്രോ ഇവിടെ നിന്ന് തന്നെ. ഇന്ന് കുറച്ച് പരിപാടീസ് ഉണ്ട്. എന്തെന്ന് വെച്ചാൽ ഇന്നൊരു കല്യാണമുണ്ട്. അപ്പം ഒരു ഉടുപ്പ് ഞാൻ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ശരിയാക്കി തീർന്നില്ല. എന്ന് വെച്ചാൽ എനിക്കൊരു സ്ഥലത്തുനിന്ന് കിട്ടിയൊരു ഉടുപ്പാണേ. അപ്പോൾ അത് ഞാൻ എൻ്റേതായ രീതിയിൽ എനിക്ക് ഇടാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ഞാൻ ഫുള്ളത് കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പോൾ അവിടെ ഞാൻ തച്ച് വെച്ചിരിക്കുന്നത്. തച്ചത് ശരിയാവാത്തതുകൊണ്ട് പിന്നെ നൂല് വാങ്ങണമായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ തച്ചില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ആ ഉടുപ്പ് തന്നെ ഇട്ടുകൊണ്ട് പോവാം. ചെറിയൊരു കല്യാണമാണെന്നാണ് പറഞ്ഞത്. പിന്നെ വേറൊരു പണി അമ്മ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന്ന് നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിന്ന് നടക്കും എന്നുണ്ടെങ്കിൽ അത് ഇന്നത്തെ വീഡിയോ വരും. അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ അത് വരില്ല. എനിക്കത് നാളത്തേക്ക് ഞാൻ മാറ്റും. നമുക്ക് ആ ഉടുപ്പ് ശരിയാക്കണം. ആദ്യം ഞാൻ പോയി ഒന്ന് പല്ല് തേച്ച് ആ ഉടുപ്പൊന്ന് ശരിയാക്കട്ടെ. അപ്പോഴത്തേക്കും നിങ്ങളെ കൂടെ കാണിക്കാം എന്തൊക്കെയാണെന്ന്. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. കമോൺ. ഞാൻ പറഞ്ഞ ഉടുപ്പ് ഈ ഉടുപ്പാണ്. ഇവിടെ ഇതാണ്. ഞാൻ തിരിച്ചിട്ടേക്കാണ് കേട്ടോ. കൈ ഒന്ന് സെറ്റ് ആക്കണം. ഇങ്ങനെ എന്തോ ഒരു പണിയായിരുന്നു, ഞാൻ മറന്നുപോയി. അതുകൊണ്ട് ഇത്രേ അഴിച്ചു വെച്ചോളൂ. ഇതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതഴിക്കാണ്ട് ഞാൻ മറന്നുപോയി. എന്തൊരാണ് ഇതിന്റെ പണി. ഇതിനായാലും ഞാൻ ഇതൊന്ന് സെറ്റാക്കാൻ നോക്കട്ടെ. ഇതല്ലെങ്കിൽ അടുത്തയാളെങ്കിൽ ഇത് ഫ്ലോപ്പായി വരുന്ന ഇനി സെറ്റൊക്കെ നിന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് വേറെ ഡ്രസ്സ് ഇടാന്ന് വിചാരിച്ചു. ഇതിനി എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ സെറ്റാക്കാം. അതേ നടക്കുള്ളൂ. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും സെറ്റാക്കാം. അപ്പം പോവാൻ നേരം കാണാം. അങ്ങനെ ഇറങ്ങി. താമസിച്ചില്ലേന്ന് അറിഞ്ഞൂടാ. എന്തായാലും പോയി നോക്കാം. പറ്റുന്നിടത്തോളം വീഡിയോ എടുക്കാൻ നോക്കാം. ഓക്കെ. അപ്പോൾ താമസിച്ച് ഭയങ്കര വെയിൽ. എൻ്റെ അനിയൻ വരണം. അവൻ്റെ കൂട്ടുകാരനെ കൊണ്ടാക്കാൻ പോയേക്കണം. സമയമില്ലാത്ത സമയത്ത് ഞാൻ അവൻ വരണം. അതുവരെ ഞാൻ അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര ഷെയ്ക്കാവും ഫോണ്. അപ്പം എന്തായാലും പറ്റുന്നത്രത്തോളം വീഡിയോ എടുക്കാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ പോട്ട് വേഗം. അങ്ങനെ തന്നെ അവൻ വന്ന്. പിന്നെ ഞാനും അവനും കൂടെ പോയി. ഹെൽമെറ്റ് വയ്ക്കാത്തതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് അടുത്താണ് വീട്. അതാണ് പിന്നെ ഹെൽമെറ്റ് വെക്കായിരുന്നു. അങ്ങനെ അവിടെ എത്തി. കുറേയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ കഴിക്കാനായിട്ട് ഇരുന്നപ്പോഴത്തേക്കാണ് ഞാനൊരു ക്ലിപ്പ് തന്നെ എടുത്തത്. ആ ഇരുന്ന് കഴിക്കുന്നതാണ് ചെറുക്കനും പെണ്ണും കേട്ടോ. അപ്പോൾ ഗൈസ്, ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നല്ല പല്ലുവേദനയായിരുന്നു. പല്ലുവേദന എഴുതിരുന്ന് അതങ്ങ് കൂടി. എന്തൊരു വേദന എന്ന് വെച്ചാൽ ഇതൊന്ന് വേദന എന്തോ. അവസാനം ഞാൻ കരഞ്ഞു വേദന കാരണം. അങ്ങനെ വേദനയും കൊണ്ട് കിടന്നുറങ്ങിപ്പോയി. അപ്പോൾ പല്ലുവേദന മാറാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും വഴി അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നല്ല വേദനയെന്ന് വെച്ചാൽ നല്ല വേദനയായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ കിടന്നുറങ്ങിയോണ്ട് പിന്നെ എടുക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം. അത്രയേ ഉള്ളൂ. ബൈ.